നമ്മുടെ ആരോഗ്യം പങ്ക്തിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് നമ്മുടെ ആരോഗ്യ സംബന്ധിയായ അല്ലെങ്കിൽ ഗർഭകാല അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ മറുപടി നൽകാൻ ഡോക്ടർ മധുരവല്ലി തമ്പിയുണ്ട്. ഡോക്ടർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ തുടക്കമിട്ടിരുന്നു ഒരു അമ്മയാകേണ്ട ഒരു കുട്ടി ആദ്യം മുതലേ പരിചരണം അർഹിക്കുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ അതിനൊക്കെ തയ്യാറെടുത്തിരിക്കണം എന്നുള്ളത്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഒരു വിവാഹിതയാകുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അമ്മയാകാൻ തയ്യാറാകുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ശാരീരികമായും മാനസികമായും വേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? നല്ല ക്വസ്റ്റ്യനാണ്. തയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് വേണം പറയാം. ഇപ്പോഴത്തെ തയ്യാറെടുപ്പ് എത്ര സ്വർണം വേണം, എത്ര കിലോ വേണം, എത്ര സാരി വേണം, എത്ര ആസ്തി വേണം, എത്ര വീട് വേണം, അതൊന്നുമല്ല. ഏറ്റവും പ്രധാനം അവരുടെ വയസ്സ്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ വെച്ചിരിക്കുന്നത് 18 വയസ്സ് സ്ത്രീകൾക്കും പുരുഷന് 24 വയസ്സും കഴിയണം. 21. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞാൽ പ്രിയ ഇപ്പം 21 വയസ്സായി. 20 വയസ്സ്. ഇപ്പം പ്രിയയുടെ മനസ്സിൻ്റെ ആഗ്രഹം യു വാണ്ട് അച്ചീവ് സംതിങ്. ചുമ്മാ അതൊരു പ്രസവിച്ച് വീട്ടമ്മയായിട്ട് കഴിയുന്നതിനേക്കാളും ഒരു വ്യക്തിത്വം നേടിയെടുക്കുക, പിന്നെ വിവാഹത്തിനെ പറ്റി ആലോചിക്കുക, ഇതല്ലേ? അതുപോലെയാണ് ഇപ്പം മിക്കവാറും പെൺകുട്ടികൾ അറിവും ബുദ്ധിയൊക്കെ ഉള്ളവർ, തലയ്ക്കകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ വേണം പെൺകുട്ടി ചിന്തിക്കാനുള്ളത്. എടുത്തു ചാടി ഒരു മാരേജിന് പോവുക, ഉടൻ തന്നെ ഗർഭിണിയാകുക, പിന്നെ തീർന്നു ജീവിതത്തിൽ. പിന്നെ ഒന്നുമില്ല. പിന്നെ കുഞ്ഞിനെ വളർത്തുക, അടികൊള്ളുക, പിന്നെ വഴക്കുണ്ടാക്കുക, ജീവിതം അങ്ങ് പോയി. അതേസമയം നല്ല പ്രിയെ പോലെ നല്ല സ്മാർട്ടായിട്ട് പഠിച്ച് ലൈഫിലൊരു എയിമിൽ കണ്ടുവച്ച് അതേപോലെ പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷമായിരിക്കും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 18 വയസ്സ് പറഞ്ഞെങ്കിലും മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു പക്വത നമുക്ക് വേണം. ലോക പരിജ്ഞാനം വേണം. എന്താണ് ലോകം, എന്താണ് വിവാഹം, വിവാഹത്തിന് ശേഷം എന്താണ്, നമ്മൾ വിവാഹം കഴിക്കുന്ന ഒരു പുരുഷൻ എങ്ങനെയുള്ളതായിരിക്കണം എന്നൊരു അറിവ് നമുക്ക് വേണം. നമ്മുടേതായിട്ടുള്ള ഒരു അറിവ് വേണം. പണ്ടത്തെ കാലത്ത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ പെണ്ണ് ചെറുക്കനെയും കാണില്ല, ചെറുക്കൻ പെണ്ണിനെയും കാണില്ല. ഈ അമ്മാവന്മാരുടെ കാലമാണ് അന്നത്തെ മരുമക്കത്തായ. അപ്പം അമ്മാവൻ്റെ അടുത്ത് ഈ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മരുമകനെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യണത്. അപ്പോൾ കഴിവുള്ള ഒരുതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാളുടെ ഒന്നും അവിടെ നടക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികളും അച്ഛൻ വളരെ പ്രോമിനൻ്റായി അച്ഛൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് നിൽക്കുന്ന ഒരു മരുമോനെ ഇഷ്ടപ്പെടുന്ന ഒരു ധാരാളം കാണും. കാരണം അച്ഛനൊരു ബിസിനസ് കാണും, ആ ബിസിനസ് നോക്കി നടത്താം. അതിൻ്റെ അയാളുടെ ഒരു ഇരയായിട്ട് നിന്ന് അയാളെ സിപ്പന്തിയായിട്ട് നിന്ന് വളരാം. അങ്ങനെയുള്ളത് ചിലപ്പോൾ ശരിയായെന്നിരിക്കും. ചിലപ്പോൾ ആ പയ്യനത് താല്പര്യമില്ലാത്ത ഒരു പയ്യനാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് എപ്പോഴും അങ്ങനെ അച്ഛൻ്റെ ഒരു അനാവശ്യമായ ഒരു ഇൻ്റർഫിയറൻസിലാകാതെ സ്വന്തമായിട്ട് സ്വതന്ത്രരായി ജീവിക്കത്തക്ക ഒരു നല്ല പുരുഷനെ സ്വയം കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിലെന്തു വെച്ചാൽ സ്വയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളതിൽ സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടില്ല, ഉത്തരവാദിത്വം. അതെ. അപ്പോൾ സാമൂഹികമായിട്ട് നമ്മൾ മനുഷ്യരാണ്, നമ്മളെല്ലാം അതിനെപ്പറ്റി ആലോചിച്ച് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം ഒരു പക്വതയായി എനിക്ക് ഈ വീട് നടത്താൻ സാധിക്കും, ഒരു കുടുംബം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു തീരുമാനം വന്നതിന് ശേഷം ഒരു തയ്യാറെടുത്ത് ഒരു വിവാഹത്തിലോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ 34-35 വയസ്സായ സ്ത്രീകളും എൻ്റെ അടുത്ത് വരാറുണ്ട്. കല്യാണം കഴിച്ച് 6 മാസമേ ആയിട്ടുള്ളൂ, 1 വർഷമേ ആയിട്ടുള്ളൂ. ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസ് കാണും. അനിയത്തിമാരെയും മറ്റേ അനിയന്മാരെയൊക്കെ പഠിപ്പിക്കേണ്ടി വരും, വീട്ടിൽ ബാധ്യതകൾ കാണും. അപ്പോൾ അത് അവർക്ക് വിവാഹപ്രായം കടന്നുപോയി, അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴായാലും ഒരു വിവാഹ ജീവിതം ഉൾക്കൊള്ളുമ്പോൾ അത് സന്തോഷമായി സ്വീകരിച്ച് നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള ഒരു മാനസിക അവസ്ഥ ആ പെൺകുട്ടിക്ക് വേണം.
അതുപോലെ ഗർഭിണിയാകുന്ന കാര്യത്തിലും അതിലും ഇന്നിപ്പോൾ പലരും അവർ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരും കുട്ടികളായി, അവർ തന്നെ കുട്ടികളായി എൻജോയ് ചെയ്യുന്നൊരു രീതി, എല്ലാം മാറ്റി വയ്ക്കുന്നൊരു രീതി. ശരിക്കും ഗർഭിണിയാകാൻ ഏറ്റവും പറ്റിയ നല്ല പ്രായം എന്താണ്? അത് ഇപ്പോൾ ഒരു 18 വയസ്സോ 20 വയസ്സോ ഉള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഉടനെ ഒരു അമ്മയാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അവർക്ക് കുറച്ച് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചൊക്കെ നടക്കണം. അപ്പോൾ ആ സമയത്ത് അമ്മയാകുകയാണെങ്കിൽ അവരെ സ്വാതന്ത്ര്യം എല്ലാം പോവുകയാണ്. അപ്പോൾ അമ്മയാകുമ്പോൾ അതേസമയം ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ വരികയാണ്. അപ്പോൾ അവർ 30 വയസ്സ് നിർഭാഗ്യവശാൽ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. പിന്നെ അവരുടെ ഫെർട്ടിലിറ്റി പീരീഡ് കുറയുകയാണ്. അപ്പോൾ അവർക്ക് ഈ ഫാമിലി പ്ലാനിങ്ങും ഇതൊക്കെ പറ്റത്തില്ല. അതിനുവേണ്ടി അവർ പെട്ടെന്ന് ഏറ്റവും നല്ലത് അവരുടെ ഭർത്താവും അവരെക്കാളും പ്രായം കൂടിയ മനുഷ്യനായിരിക്കുമല്ലോ. അപ്പം നേരത്തെ ഒരു കുട്ടി ഉണ്ടാകണം എന്നുള്ള രീതിയിൽ അവർ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞതിൽ ഈ ഫാമിലി പ്ലാനിങ് എന്ന് വെച്ചാൽ ഇപ്പം ഹണിമൂൺ ടൈമിൽ നിങ്ങളിങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു മെഡിക്കൽ സ്റ്റോറുകാരൻ്റെ അടുത്ത് ചോദിക്കും എന്ത് ഗുളിക കഴിച്ചാൽ ഗർഭം ഉണ്ടാവാതിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുടെ അടുത്തോ കൂട്ടുകാരികളുടെ അടുത്തോ എന്ത് ഗുളിക കഴിച്ചാൽ. നെവർ, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഹണിമൂൺ ടൈമിൽ നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് ഡോക്ടറുണ്ട്, ഞങ്ങളെപ്പോലെയുള്ളവരുണ്ട്, അവരെ പോയി കാണിച്ചെന്ന് കാണുക. അപ്പോൾ അവർ പറഞ്ഞു തരും നിങ്ങൾ ഏത് വിധത്തിൽ നിങ്ങൾ നിയന്ത്രിക്കണം ഗർഭം ആരാതെ. അപ്പോൾ ചിലപ്പോൾ പുരുഷന് പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട്, അത് ഡോക്ടർ പറഞ്ഞു തരും. പിന്നെ ഓവുലേഷൻ ടൈം പറഞ്ഞു തരും. പിന്നെ ചില ഗുളികകൾ ഹണിമൂൺ ടൈമിൽ കഴിക്കാം. അത് ഒരു 6 മാസമോ 1 വർഷമോ കഴിച്ചാൽ അത് ഡോക്ടർ പറയണം. കുട്ടിയുടെ ശരീരപ്രകൃതം, കുട്ടിയുടെ എല്ലാ വിധത്തിലുള്ള പരിശോധനകളും നോക്കിയതിന് ശേഷം ഡോക്ടർ പറയും കുട്ടിക്ക് ഈ ഗുളിക കഴിക്കാം, ഈ ഗുളികയിൽ കുട്ടിക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ചില ഗുളികകൾ കഴിക്കുമ്പോൾ വോമിറ്റിംഗ് വരും, പിന്നെ കൂടുതൽ തടി വയ്ക്കും, പിന്നെ ഗർഭിണി വരും. ചില ഗുളികകളിൽ അങ്ങനെയൊന്നും കാണത്തില്ല. അപ്പോൾ ഡോക്ടർ പറയുന്ന ഗുളിക കഴിച്ചാൽ തീർച്ചയായിട്ടും സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ടുപോകാം. അതിനുശേഷം കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ 1-2 വർഷം ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ചെക്കപ്പ് ആവശ്യമാണ്. അല്ലാതെ തന്നെ ഈ കല്യാണത്തിന് മുമ്പ് തന്നെ ചില സ്ത്രീകൾക്ക് ഭയങ്കര തടി കാണും, പിന്നെ ഈ മീശയെല്ലാം കാണും, രോമം, പിന്നെ വേറെ വിധത്തിലും മെൻസസിൽ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ ഇറഗുലർ പീരിയഡ് 2 മാസം 3 മാസം, അതിനെ ഇപ്പോൾ PCOD എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ PCOD എന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. ഞാനൊരു 200 കേസ് പഠിച്ചതിൽ 35% PCOD-യാണ്. അതിൻ്റെ കാരണം തന്നെ അത് ഇങ്ങനെ തടി കൂടുതലാകുക, ഇങ്ങനെ മെൻസസ് ഇറഗുലാരിറ്റി വരിക. അപ്പോൾ അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേക്ക് ഈ അണ്ടാശയത്തിൽ ഒരണ്ടം വിരിയുന്നതിന് പകരം ധാരാളം അണ്ടം വിരിയും. അപ്പോൾ അതിങ്ങനെ ചെയിൻ ഓഫ് ഇത് വന്നതിന് ശേഷം ഒന്നും ഒരു പൂർണ്ണ രൂപത്തിലെത്തില്ല. അപ്പോൾ അവർക്ക് ഫാമിലി പ്ലാനിങ് ഒന്നും ആവശ്യമില്ല, അവർക്ക് കുട്ടി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി വരും. അപ്പോൾ അങ്ങനെയുള്ളവരെ ആണെങ്കിൽ ഡോക്ടർ നിങ്ങൾ ഇതൊന്നും കാണിക്കരുതേ പിള്ളേരെ, കൃത്രിമ മാർഗമൊന്നും വേണ്ട, ഇയാൾക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് വരാൻ ചാൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഗർഭിണിയാകണം എന്ന് ഡോക്ടറിന് പറയാൻ സാധിക്കും. അല്ലാതെ ഈ മെഡിക്കൽ സ്റ്റോറുകാരനോ നിങ്ങളോ ഫ്രണ്ട്സിനോ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് കുട്ടി വേണമെന്നുള്ളൊരാഗ്രഹത്തോടു കൂടി കഴിയുകയാണെങ്കിൽ അമ്പലങ്ങളിൽ പോകാം, മെൻസസ് നീട്ടാൻ വേണ്ടിയിട്ടുള്ള ഗുളികകൾ കഴിക്കില്ല. അതൊരു പ്രധാന കാര്യമാണ് ഈ പെൺകുട്ടികൾ. എവിടെയെങ്കിലും നേർച്ച കാണും, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകണം, പെട്ടെന്ന് അങ്ങ് അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിന് പോകണം, അതൊന്നും ആരുടെടുത്തും ചോദിക്കില്ല, ചെന്ന് മെഡിക്കൽ സ്റ്റോറുകാരൻ. അത് ഈ മാസക്കുളിയുടെ പകുതി, അതായത് 14 ദിവസം ആകുമ്പോൾ ഓവുലേഷനാണ്. അതിനുശേഷം എന്ത് ഗുളിക കഴിച്ചാലും ഡോക്ടർമാരുടെ അവരുടെ അഡ്വൈസ് അല്ലാതെ സ്വയം കഴിക്കും. ചില ഗുളികകൾ കഴിച്ചിട്ട് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകും. പക്ഷെ ആ പ്രഗ്നൻസി വരുമ്പോഴേക്ക് കുഞ്ഞിന് ചില വൈകല്യങ്ങൾ വന്നെന്നിരിക്കും. ഇത് വളരെ പിന്നെ പല്ലെടുക്കുക,
പിന്നെ വേറെ വല്ല ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കേണ്ടിയുള്ള സന്ദർഭങ്ങൾ വരിക. ഇതെല്ലാം ഡോക്ടറുടെ അടുത്ത് പറയണം, ഡോക്ടർ എനിക്ക് ഗർഭമാകണമെന്നും കൂടെ ഒരു ആഗ്രഹമുണ്ട്, അതനുസരിച്ച് ഡോക്ടർ മരുന്ന് തരണം. ഇതെല്ലാം അത്യാവശ്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ധാരാളമുണ്ട്. എല്ലാവർക്കും ആശങ്കയാണ്, ഇപ്പൊ എല്ലാവർക്കും ഒരു പേടിയാണ്. അതായത് ഗർഭിണിയാകുന്നെന്ന് പറയുന്നത് എന്തോ ഒരു ഭീകരം ഒരു രോഗാവസ്ഥയെ പോലെ. ഇത് ഒരിക്കലും ഒരു രോഗമല്ല, ഇത് രോഗമല്ല, ഇതൊരു പ്രക്രിയയാണ്. ഒരു പ്രകൃതിയുടെ ഒരു പ്രക്രിയയാണ്. പക്ഷെ അത് രോഗമായിട്ടൊന്നും കണക്കാക്കരുത്. ഇതിപ്പോ നമ്മൾ രോഗിയാക്കുകയാണ്. ഒരുപാട് ആശങ്കകളിലൂടെ. ഏതായാലും അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഇനിയും ഒരുപാട് അവശേഷിക്കുന്നു. ഇനിയുള്ള ചർച്ചകളിലൂടെ നമുക്ക് അത്തരം ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്താം. നമ്മുടെ ആരോഗ്യം പങ്ക്തിയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങളും വിഷയങ്ങളും ഒക്കെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർക്ക് ആ വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഒക്കെ ഡോക്ടറുടെ അറിവിൽ നിന്നും നമുക്ക് നൽകുന്നതുമായിരിക്കും. മലയാള മഹിമ വീട്ടമ്മ. പലപ്പോഴും പല പഴവർഗ്ഗങ്ങളും കാണുന്നത് തന്നെ നമ്മുടെ കണ്ണിന് കുളിർമയാണ്. പക്ഷേ വളരെ രസകരമാണ് ഒന്ന് ചിന്തിച്ചാൽ. കാരണം ഓരോന്നിൻ്റെയും ഈ പുറന്തോടും അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം കൗതുകം തോന്നാറുണ്ട്. ദൈവം എങ്ങനെയാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചക്ക ഇത്രമേൽ കഷ്ടപ്പെട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ചുളയെങ്കിലും പുറത്തെടുക്കുന്നത്. ഒരുപാട് പണിപ്പെട്ട് 5-6 പേര് ഒരുമിച്ചിരുന്നാണ് ഒരു ചക്കയൊക്കെ മുറിക്കേണ്ടി വരുന്നത്. പക്ഷേ മുന്തിരിങ്ങയുടെ കാര്യം എന്ന് വെച്ചാൽ നേരെ എക്സ്ട്രീമാണ്, വളരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും ഇതുപോലെയുള്ള ഒരുപാട് വൈവിധ്യങ്ങൾ മാത്രമല്ല പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒരുപാട് ഔഷധ മൂല്യമുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥകളൊക്കെ മാറി മാറി വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം അനുയോജ്യമായ ആഹാര രീതി എന്ന് പറയുന്നത് എപ്പോഴും ഫ്രൂട്ട്സ് തന്നെയാണ് എന്നാണ് ഡോക്ടർമാർ പോലും പറയാറുള്ളത്. ഏതായാലും നമുക്ക് നമ്മുടെ പഴവർഗ്ഗങ്ങൾ, സ്ഥിരമായി ഉപയോഗിക്കുന്ന പഴവർഗ്ഗങ്ങളിൽ ഒന്നായ പൈനാപ്പിളിനെ കുറിച്ച്, അതിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ച് കൂടുതലായി അറിയാം. ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ നമ്മോട് സംസാരിക്കുന്നു ഫുഡ് ആൻഡ് ഫ്രൂട്ട്സിലൂടെ. കേരളത്തിൻ്റെ ഒരു തനതായ ഫലവർഗ്ഗമാണല്ലോ പൈനാപ്പിൾ. എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഏറ്റവും കൂടുതൽ ജലാംശമുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ദാഹമകറ്റാൻ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ നടുക്കിരിക്കുന്ന ആ ഒരു മാണം വളരെ പ്രശ്നമാണ്. അതിനകത്ത് പക്ഷേ ഏറ്റവും കൂടുതൽ ഫൈബർ, ഇൻസോലിബിൾ ഫൈബർ അടങ്ങിയിട്ടുള്ളതും ആ മാണത്തിലാണ്. അതുകൊണ്ട് കഴിയുന്നത്ര അതും കൂടെ ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മലബന്ധമുള്ളവർ പ്രത്യേകിച്ചും. പിന്നെ പൈനാപ്പിളിനകത്ത് ജലാംശം ഏകദേശം 90% കൂടുതൽ ഉണ്ട്. പ്രോട്ടീൻ വളരെ ചെറിയ അളവിൽ, എന്നാൽ വൈറ്റമിൻ എയും സിയും ഏറ്റവും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശരീരത്തിന് എല്ലിനും പല്ലിനും ശക്തിക്ഷയമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. കൂടാതെ പൈനാപ്പിൾ മൂത്രക്കല്ലുള്ളവർക്ക് പൈനാപ്പിളിൻ്റെ ജ്യൂസ് എല്ലാ ദിവസവും കഴിച്ചാൽ ഒരു വലിയൊരളവ് വരെ അതിന് ഭേദമാക്കാൻ പറ്റും. കൂടാതെ ബ്രോമലിൻ എന്ന എൻസൈം പൈനാപ്പിളിൽ അടങ്ങിയിട്ടുണ്ട്. അത് വിശപ്പ് കൂട്ടാൻ വളരെയേറെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പൈനാപ്പിൾ ജ്യൂസും മറ്റും ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ക്യാരറ്റ് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. വളരെ വിശപ്പുണ്ടാക്കും. കുട്ടികൾക്ക് ഈ പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കാൻ, ചില കുട്ടികൾക്ക് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്കതൊന്ന് മാസ്ക് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം കുറച്ച് ക്യാരറ്റ് ജ്യൂസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഇട്ട് സിറപ്പ് ഫോമിലാക്കി വെച്ചാൽ കുട്ടികൾ അറിയില്ല നമ്മൾ കൊടുക്കുമ്പം. ചില കുട്ടികൾക്ക് ക്യാരറ്റ് ജ്യൂസ് ആയിരിക്കും ഇഷ്ടം, പൈനാപ്പിൾ ഇഷ്ടമല്ലായിരിക്കും. ഈ ഫ്ലേവറുകൾ തമ്മിൽ വ്യത്യാസമാണല്ലോ. അങ്ങനെ വരുമ്പം ഇതേ രീതിയിൽ നമുക്ക് ഒന്നിൻ്റെ ഫ്ലേവർ മറ്റേതിൽ മാസ്ക് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ തീർച്ചയായും കഴിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ പൈനാപ്പിളിൽ ഉള്ള ഫൈബർ, അതിൻ്റെ നാരുകൾ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാത്തതാണ്. അതായത് വയറിനകത്തു നിന്നും അബ്സോർബ് ചെയ്യാത്ത നാരുകളാണ്. അപ്പോൾ അത് ഇൻസോലിബിൾ ഫൈബർ എന്ന് പറയും. അത് നമ്മുടെ വയറിനകത്തു നിന്നും വൻകുടലിലെത്തിയിട്ട് അത് ശരിക്കും മലശോധനയ്ക്ക് ഏറെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും കഴിക്കാൻ പറ്റിയതാണ് പൈനാപ്പിൾ. വലിയ മധുരമില്ലാത്ത പൈനാപ്പിൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രം. അതിനകത്ത് ഇങ്ങനെയുള്ള എല്ലാ വൈറ്റമിൻസും ഉള്ളതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ ഓരോ പീസ് പൈനാപ്പിൾ അത് ആഹാരത്തിന് അരമണിക്കൂറിന് മുമ്പ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ പഴവർഗ്ഗം നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത് ഏറ്റവും അവശ്യ ഘടകമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം.